സുരേഷ്, രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഈ പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തിക്കാൻ കഴിയൂ. കാരണം അത് അത്ര എളുപ്പമാകില്ല. കാരണം ിലേക്കാണ് ഈ മണ്ണ് പൂർണ്ണമായും ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഈ മണ്ണ് മാറ്റുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിലേക്ക് പോകുന്നു. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ടിപ്പറുകളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ ഫീൽഡിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ് 7 പേരെയാണ് നിലവിൽ കാണാതെയുള്ളത്. അത് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം. കൂടുതൽ ആളുകൾ ഈ കാണാതായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തത തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ അവ്യക്തതയൊക്കെ തന്നെ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും പരമാവധി തിരച്ചിൽ ഊർജിതമാക്കുക. കാലാവസ്ഥ ഇപ്പോൾ തെല്ലും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അല്പസമയങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പെയ്തിരുന്നു. അത് വലിയ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയും ബാധ്യതയും ഒക്കെ തന്നെ തീർക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആ മഴയൊന്ന് മാറി നിൽക്കുന്ന ഒരു സമയം, കാലാവസ്ഥ അനുകൂലമായി അരുൺ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ അനുകൂലമായ കാലാവസ്ഥയിൽ ആരെങ്കിലും ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക, അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം എത്ര പേർ ഈ മണ്ണിലടിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് രക്ഷാപ്രവർത്തകർ. നിലവിൽ 7 പേരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം 7 പേരാണ് കാണാനുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനായുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഏറ്റവും നടക്കുന്നത്. എന്തായാലും വീണ്ടും മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തെ തെല്ലൊന്നും ബാധിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഏറെ സാഹസികമായി തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു നടപടികൾ. അതിൻ്റെ തത്സമയ ദൃശ്യം കൂടിയാണ് കാണുന്നത്. ഏറെ ശ്രമപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഒരു പ്രയത്ന ഫലമായി തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പൂർണ്ണമായും എല്ലാ ഇടങ്ങളിലും മണ്ണ് കൂടിക്കിടക്കുകയാണ്. നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഇവിടെയാണ് കേന്ദ്ര സേനകളടക്കം ഏറ്റവും നിർണായകമായുള്ള ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വയനാട്ടിൽ നിന്നുള്ള NDRF സംഘം, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ പോലീസ്, അതോടൊപ്പം തന്നെ നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ NDRF സംഘം കൂടി ഇവിടേക്ക് എത്തിക്കൊണ്ട് പരിശോധന കൂടുതൽ ഊർജിതമാക്കാനുള്ള ഒരു നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ദൃശ്യം കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീട് പൂർണ്ണമായും ദുരന്തത്തിൽ ഇല്ലാതായി പോയിരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ വീട്ടിലേക്ക് പൂർണ്ണമായും മണ്ണും വെള്ളവും എല്ലാം തന്നെ അടിച്ച് വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇവിടെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പോകുന്നത്. അത്ര ഭീകരമായുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ഏറ്റവും നിർണായകമായുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. നമുക്കറിയാം വയനാട് ദുരന്തം, അത് നമ്മുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അതിന് സമാനമായ രീതിയിലേക്കുള്ള വീടുകൾ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പൂർണ്ണമായും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ആ ദൃശ്യങ്ങൾ അത്രത്തോളം ഭീകരമാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാനാകുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് രക്ഷാപ്രവർത്തനത്തിലാണ്. രക്ഷാപ്രവർത്തനം അത് പരമാവധി വേഗത്തിൽ, കാലാവസ്ഥ അനുകൂലമല്ല, പക്ഷേ പരമാവധി വേഗത്തിൽ NDRF സംഘം അടക്കം എത്തിക്കൊണ്ട്, കേന്ദ്രസേനകൾ അടക്കം എത്തിക്കൊണ്ട് പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. കൂടുതൽ JCBകൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ കൂടുതൽ ടിപ്പറുകൾ എത്തിച്ചുകൊണ്ട് ഈ അടിഞ്ഞുകൂടിയ മണ്ണുകളൊക്കെ തന്നെയും മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ഒരു പ്രയത്നം തന്നെയാണ്. എന്തായാലും രാത്രി വൈകിയും ഈ
രക്ഷാപ്രവർത്തനം തുടരാനുള്ള സാധ്യതയാണ്. എന്തായാലും പാലത്തിലെ മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കടമ്പ. അതിനായുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ഒരു ക്രമീകരണങ്ങൾ, കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട്, കൂടുതൽ ടിപ്പറുകൾ എത്തിച്ചുകൊണ്ട് മണ്ണ് മാന്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും NDRF-ഉം അതോടൊപ്പം തന്നെ അരുൺ തുടരുക. അരുൺ പറഞ്ഞതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് നാളെ യെല്ലോ അലർട്ടാണ്. ഇവരുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കണ്ണീരായി കള്ളാടി ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഒന്നാകെ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകുന്നത്, അല്ലേ? KP 2 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. അതുപോലെ തന്നെ അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് 3 ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകൾക്ക് എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമായും മധ്യ കേരളത്തിലും അതോടൊപ്പം വടക്കൻ കേരളത്തിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴയ്ക്ക് സാധ്യത, അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ പോലും നിലവിൽ നേരത്തെ വയനാട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിലൊരു വിശദീകരണം കൂടി തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ഈ ഒരു ജൂലൈ മാസത്തിൽ, അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ 7 ദിവസം ലഭിച്ചതിൽ ആ മഴയിലെ ഒരു മഴക്കുറവ് തന്നെയാണ് ഈ വയനാട്ടിൽ ലഭ്യമായിരിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം കൂടി നൽകുന്നു. അതായത് കുറവ് മഴയാണ് വയനാട്ടിൽ ലഭിച്ചത്, അത്തരത്തിൽ തീവ്രമായ മഴ കൊണ്ടുണ്ടായതല്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും ജാഗ്രത കൈവിടാൻ പാടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ദുരന്ത മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് പുരോഗമിച്ചു വരികയാണ്. NDF ഇത്തരത്തിൽ ദുരന്ത നിവാരണ സേനകളെ അവിടേക്ക് വിനിയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളും ഇപ്പോൾ പ്രശാന്ത്, ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു, അല്ലേ? KP റെഡ് അലർട്ട് ഇന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ എല്ലാ ജില്ലകൾക്കും, അതായത് ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് എല്ലാം യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മഴയുടെ ലക്ഷണം അനുസരിച്ച്, അതായത് ഇത്തരത്തിൽ അടുത്ത ഒരു അപ്ഡേഷൻ വരുന്നതോടുകൂടി മാത്രമായിരിക്കും തുടർന്ന് ഇനി റെഡ് അലർട്ട് തുടരുമോ അതോ മറ്റ് ജില്ലകൾക്ക് നാളെ മുതലുള്ള മറ്റ് ദിവസങ്ങളിലും ഇത്തരത്തിൽ അലർട്ടിൽ മാറ്റം വരുത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ തുടർന്നുള്ള അലർട്ടുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 2 ജില്ലകൾ, അതായത് കോഴിക്കോട്, വയനാട് ജില്ല, ഈ 2 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത കൈവിടാൻ പാടില്ല. മേഖലകളിൽ അതായത് മലയോര മേഖലകളിൽ അടക്കമുള്ള വയനാടിൻ്റെ മലയോര മേഖലകളിലെല്ലാം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ മണ്ണിടിച്ചിലിൻ്റെ പശ്ചാത്തലത്തിൽ അതത് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന ആ നിർദ്ദേശങ്ങളെ വേണ്ട വിധം ഗൗനിക്കണം. അതോടൊപ്പം തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന്, അതായത് തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ജില്ലയിലെ മലയോര മേഖലകളിലുണ്ടെങ്കിൽ, ഉരുൾപൊട്ടൽ മേഖലകളുണ്ടെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കുവാനുള്ള നീക്കം പ്രദേശവാസികൾ നടത്തണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കൂടുതൽ സംഘങ്ങളെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇനി മണ്ണിനടിയിൽ കൂടുതൽ പേർ
പേർ മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളും പരിശോധിച്ച് വരികയാണ്. അതിനുള്ള രക്ഷാപ്രവർത്തന നടപടികളെല്ലാം ഏകോപിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴ ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് 2 ജില്ലകൾക്കാണ്, അത് കോഴിക്കോട് വയനാട് ജില്ലകൾ 2 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരായിക്കോട്ടെ, അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരായിക്കോട്ടെ, ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ശക്തമായ മഴ പെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേക സ്ഥലത്തേക്ക് മാറിപ്പോകണം, അതായത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിപ്പോകണം എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പുകളിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് 2 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്നും അരുൺ കൊടുങ്ങൂരും ഒപ്പം അനഘാഹർഷനും ചേരുകയാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് 2 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് വയനാട് ജില്ലകളിൽ കനത്ത മഴ പെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെളിഞ്ഞ കാലാവസ്ഥ അത്രത്തോളം വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം, മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനം അത് ഊർജിതമായി മുന്നോട്ട് പോവുകയാണല്ലേ? അരുൺ, കേൾക്കാമോ? അരുൺ കൊടുങ്ങൂരിലേക്ക് തിരികെ. ഇപ്പോൾ അനഘ ഹർഷിലേക്ക്. അനഘ, ഇപ്പോൾ ഈ ദുരന്തം വയനാടിനെ ഒന്നുകൂടി വലിയ മുറിവേൽപ്പിച്ചപ്പോൾ, പോറലേൽപ്പിച്ചപ്പോൾ പരസ്പരം പഴിചാരുന്ന സമീപനങ്ങളാണ് ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നത്. ജില്ലാ ഭരണകൂടമായി കഴിഞ്ഞാലും സംസ്ഥാന ഭരണകൂടമായി കഴിഞ്ഞാലും കരാർ കമ്പനിയെ പഴിചാരുന്ന സമീപനം. എന്നാൽ കരാർ കമ്പനി പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഈ മണ്ണ് നീക്കം ചെയ്യാൻ, അത് നിക്ഷേപിക്കാനുള്ള സ്ഥലമടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും ഉണ്ടായിട്ടില്ല. അതാണ് ഇത്തരമൊരു അത്യാഹിതത്തിലേക്ക് എന്നാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്, സാധാരണക്കാരായ ആൾക്കാർക്കാണ് വീടുകൾ നഷ്ടമാകുന്നത്, അവരുടെ ജീവിതമാണ് ഓരോ ദിവസവും ഇങ്ങനെ ദുരിതപൂർണ്ണമാകുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം അനക്ക? KP, നിലവിൽ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ്. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ നേരത്തെ ആ തകർന്ന പാലത്തിന് പരിസരത്ത് വെച്ച് 2 ആളുകളുടെ മൃതശരീരം അല്ലെങ്കിൽ ശരീരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആൾക്ക് ജീവനുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. പക്ഷേ 2 മൃതദേഹങ്ങൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ 2 ആളുകളെ, ഈ മണ്ണിനടിയിൽ പെട്ടുപോയ 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ കെടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. അവിടെയാണ് രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 പേരെ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ തന്നെ പരിക്കേറ്റ ആശുപത്രിയിലുള്ള ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ്. നിലവിൽ JCB ഉപയോഗിച്ച് ഈ നിർമ്മാണ കമ്പനിയുടെ ജോലിക്കാർ, അതായത് എഞ്ചിനീയർ അടങ്ങുന്നവർ താമസിച്ചിരുന്നത് അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം കെട്ടിയായിരുന്നു. അതിനുള്ളിലായിരുന്നു ഈ കമ്പനിയുടെ എഞ്ചിനീയർ അടക്കമുള്ള ജീവനക്കാർ ഉണ്ടായിരുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും തകർന്ന് പോയിട്ടുണ്ടായിരുന്നു, മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഓരോ ഘട്ടത്തിൽ നീക്കിയാണ് ഇപ്പോൾ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് ഒരു ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കെട്ടിടത്തിനകത്ത് ഈ തൊഴിലാളികളും അതുപോലെ തന്നെ കമ്പനിയിലെ
എഞ്ചിനീയർ അടക്കമുള്ള ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കോൺക്രീറ്റ് മുഴുവനായും അവിടെ നിന്ന് മാറ്റിയാൽ ആരെങ്കിലും ആ കെട്ടിടത്തിന് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഉടൻ തന്നെ പുറത്തെത്തിക്കാനുള്ളൊരു നീക്കമാണിപ്പോൾ നടക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുന്നുണ്ട്. ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. പലപ്പോഴും ഈ JCBയുടെ ടയർ അടക്കം ഈ മണ്ണിൽ പൂണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന സമയത്ത് ഈ കരാർ കമ്പനി തൊഴിലാളികൾ തന്നെയാണ് അധികവും ഈ ദുരന്തത്തിൽ അകപ്പെട്ടതല്ലേ? ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം ഈ അകപ്പെട്ടവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അനഘ പറഞ്ഞതുപോലെ തന്നെ ഈ തൊഴിലാളികൾ ഈ ജോലികളിൽ ഏർപ്പെട്ട തൊഴിലാളികളാണ്, ജീവനക്കാരടക്കമുള്ളവരാണ് ഈ മണ്ണിനടിയിലായത്, ഈ ദുരന്തത്തിൽ പെട്ടതല്ലേ? തീർച്ചയായും KP, അതായത് ഇന്ന് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി തൊഴിലാളികളും ആ പ്രദേശത്തെ ആളുകളും ഒക്കെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ തുരങ്കം, അതായത് തുരങ്കപാതയുടെ നിർമ്മാണം, ഈ പാറ പൊട്ടിച്ച് തുരങ്കപാതയുടെ നിർമ്മാണം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. ആ പാതയോട് അടുത്ത്, ഈ തുരങ്കത്തിനോടടുത്തൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൊഴിലാളികൾ വിശ്രമിക്കുന്ന സ്ഥലം ഇതിനോട് ചേർന്ന് തന്നെയായിരുന്നു. അങ്ങനെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഏകദേശം 10 മണിയോടുകൂടി ആദ്യത്തെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. പിന്നെ ആ മണ്ണിടിഞ്ഞ് തൊട്ടടുത്ത റോഡിലേക്കൊക്കെ തന്നെ വരികയാണ്. ഈ റോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 900 കണ്ടി എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ്, റോഡാണ്. ആ റോഡാണ് മുഴുവനായും ഈ മണ്ണ് വന്ന് മൂടിയിരിക്കുന്നത്. ഈ റോഡിൽ ആ സമയത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നോ എന്നതിലൊന്നും തന്നെ ഈ നിമിഷവും വ്യക്തമായി പറയാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഈ മണ്ണിടിഞ്ഞ് വീണത് ആ പുഴയിലേക്കാണ്. ആ പുഴ മുഴുവൻ പുഴയിലേക്ക് മണ്ണ് വീഴുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പുഴയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയും ഇപ്പോൾ നടത്തണം. അതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ, മണം പിടിച്ചുകൊണ്ടുള്ള പരിശോധന. ഏതെങ്കിലും മണ്ണിനടിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ നായ്ക്കൾ ഉടൻ തന്നെ അത് മണത്ത് കണ്ടുപിടിക്കും. അപ്പോൾ ആ രീതിയിൽ JCBയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് മണ്ണ് മാറ്റി മണ്ണിനടിയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം നേരത്തെയൊക്കെ തന്നെ മഴ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ മഴ പെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അത്യന്തം ദുഷ്കരം നിറഞ്ഞൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് മുകളിലുള്ള മണ്ണാണ് ആദ്യം ഇപ്പോൾ നീക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ്, ആ പരിസരത്ത് നിന്ന് തന്നെയാണ് 2 ആളുകളുടെ മണ്ണിനടിയിൽ പെട്ടുപോയ 2 ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അവരെ ആംബുലൻസിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതായത് ഒരു സമയം കനത്ത മഴ പെയ്യാം. അങ്ങനെ ഈ മഴ പെയ്യുന്നതിന് മുമ്പേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നാണ് അരുൺ നേരത്തെ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക, മണ്ണിലകപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കുക, ആ ഒരു ശ്രമം തന്നെയാണ് ഊർജിതമായി മുന്നോട്ട് പോകുന്നത് അല്ലേ? KP, ഇപ്പോൾ ഇവിടെയുള്ള സംവിധാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറെ കൂടി JCBയും കുറെ കൂടി മണ്ണുമാന്തി യന്ത്രങ്ങളും കുറെ കൂടി ആളുകളെ കൂടി ഈ ഭാഗത്തേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. കാരണം ഈ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിവേഗം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ JCB ഉണ്ടെങ്കിൽ പോലും JCB ഉപയോഗിച്ച് അതിവേഗം മണ്ണ് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിലെ ഈ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. കൂടുതൽ സംവിധാനങ്ങൾ ഉടൻ തന്നെ പ്രദേശത്തേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്ക് മുന്നിൽ മണിക്കൂറുകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ JCB ആണെങ്കിൽ പോലും അതിവേഗം മണ്ണ് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മണ്ണ് നീക്കുന്ന സമയത്ത് അവർക്കൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെയാണ് ഓരോ JCBയും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ JCB സംഭവ സ്ഥലത്തേക്ക് എത്തണമെന്നൊരു ആവശ്യം കൂടി ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം നൽകുന്നതനുസരിച്ചാണെങ്കിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ പ്രദേശത്തേക്ക് ഉടൻ തന്നെ എത്തുമെന്നുള്ളതാണ്. ഈ മണ്ണിടിച്ചിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീടും അതുപോലെ തന്നെ ഒരു മസ്ജിദും ഒരു ബസ് സ്റ്റോപ്പും ഒക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു JCB ഈ വീടിന് പരിസരത്താണുള്ളത്. ആ JCB
ഉപയോഗിച്ച് ആ വീടിന് പരിസരത്ത് ആ വീടിന് മുകളിലൊക്കെ വീണിരിക്കുന്ന മണ്ണും മറ്റുമൊക്കെ മാറ്റുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലെ മണ്ണും മുഴുവനായി മാറ്റുന്നുണ്ട്. ഒരു സംഘമുള്ളത് ഈ പാലത്തിന് തൊട്ടടുത്താണ്. ഈ പാലത്തിനടുത്ത് വെച്ച് ആ ഭാഗത്താണ് കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഒരു സംഘം ആളുകൾ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി അവിടെയാണ് ഈ നിലയുറപ്പിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ സംഘം തിരിഞ്ഞ് പല ഭാഗത്തായിട്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു വിഭാഗം ഈ വീട് മുഴുവനായും തകർന്ന വീടിൻ്റെയും ബസ് സ്റ്റോപ്പിൻ്റെയും ഒക്കെ പരിസരത്ത് ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട്. മറ്റൊന്ന് ഈ തകർന്നു പോയ ഷെഡിന് പരിസരത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഒരു വിഭാഗം നടത്തുന്നു. അതുപോലെ ഈ പാലത്തിന് പരിസരത്തും ഒരു വിഭാഗം രക്ഷാപ്രവർത്തകരെത്തി അവിടെയും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് പേരെ ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ മരണപ്പെട്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ജില്ലാ ഭരണകൂടമാണ് ഒരു ഉറപ്പ് അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടത്. ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് തന്നെ പോവുകയാണ്. അനഘ, ഒപ്പം തന്നെ അനഘ പറഞ്ഞതുപോലെ തന്നെ ഈ കള്ളാടി തുരങ്കപാറ നിർമ്മാണ മേഖലയിലാണ് ഈ ഒരു അത്യാഹിതം ഉണ്ടായത്. ഈ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലാണ് ഈ 4 പേര് മരിച്ചത്. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി എന്നാണ് അനഘ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്. ഒപ്പം അനഘ, ഈ കള്ളാടി താഞ്ഞിരോട് പ്രദേശത്ത് ഈ പുഴയുടെ താഴ്ഭാഗങ്ങളിലൊക്കെയും അവിടുത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞോ? കാരണം ഇനിയും അപകട സാധ്യതയുണ്ട്. അപകടം ഏത് സമയത്തും എത്താം. കാരണം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ടാണ്. ഒരു അത്യാഹിതം ഒഴിവാക്കാൻ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംവിധാനങ്ങളും ഇടപെടലുകളുമാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്? KP, ഈ അപകടം നടന്ന് 10 മണിക്ക് അപകടം മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തകർ ആദ്യഘട്ടം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിയതിന് തൊട്ട് പിന്നാലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന പാടുകളിൽ താമസിക്കുന്ന ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഉടൻ തന്നെ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ ചുറ്റുപ്രദേശത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് തന്നെ ആളുകൾ ആരുമില്ല. ആ വീട്ടുകളിൽ നിന്നും മറ്റ് പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ ഉടൻ തന്നെ മാറ്റി മറ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇനി ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സമയം ഇപ്പോൾ വൈകുന്നേരത്തോട് അടുക്കുകയാണ്. രാത്രിയിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വെളിച്ചമടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളൊരു നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ അല്പസമയം അല്ലെങ്കിൽ മണിക്കൂറുകൾ പിന്നിട്ടാൽ പോലും ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം അത്രയധികം മണ്ണ് ഒരു തെങ്ങിന് ഉയരത്തിലേക്കൊക്കെ മണ്ണ് റോഡിലേക്കൊക്കെ പതിച്ചിട്ടുണ്ട്. ആ മണ്ണ് മുഴുവൻ മാറ്റണം. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പരിസരത്തൊക്കെ തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പല സംഘമായി തിരിഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ 2 മൃതശരീരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മരണസംഖ്യ 6 ആകുന്നു. മരണസംഖ്യ ഇനിയും ഉയരാനുള്ളൊരു സാധ്യത കൂടിയാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. ICUവിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇയാളെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകളുമുണ്ട്. അത് മാത്രമാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ പാടിയിൽ ഈ കമ്പനി ജീവനക്കാർ താമസിച്ച ആ കെട്ടിടം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ആ കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളികൾ ഘട്ടം ഘട്ടമായി നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏറെ ആശങ്കയുള്ള നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കമ്പനിയിലെ ആളുകളൊക്കെ അതിനുള്ളിലുണ്ട് എന്നായിരുന്നു നേരത്തെ ഒരു ദൃക്സാക്ഷി പറഞ്ഞിരുന്നത്. അവരങ്ങനെ ഓടി മാറിയിട്ടില്ല എങ്കിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ ആ കോൺക്രീറ്റ് പാളികളടക്കം മാറ്റി അവിടെയുള്ള മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകൾക്ക് ജീവനോടെ തന്നെ എത്രയും വേഗം രക്ഷിച്ച് തിരിച്ച് ജീവന്റെ അവസാന തുടിപ്പും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയണേ എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പോലും ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സംഘവും കൂടുതൽ ഉപകരണങ്ങളും സംഭവ സ്ഥലത്ത് ആവശ്യമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ സംഭവ സ്ഥലത്ത് എത്തുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ഒരു വ്യാപ്തിയും മനസ്സിലാവുകയുള്ളൂ. അതിൽ നിന്നാണ് പറയുന്നത് കൂടുതൽ ആളുകളും
എന്തായാലും കൂടുതൽ JCB അടക്കം സംഭവസ്ഥലത്തേക്ക് ഉടൻ തന്നെ എത്തേണ്ട ഒരാവശ്യമുണ്ട് എന്നുള്ളത്. കാരണം അത്രയധികം വലിയ രീതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴയുള്ള സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കുത്തി ഒഴുകുകയും ചെയ്തിട്ടുണ്ട്. ഈ തുരങ്ക പാതയ്ക്കുള്ളിൽ കൂടി വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എത്രയും ആളുകൾ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ലൈറ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ 2 മൃതദേഹങ്ങൾ കൂടി തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. മരണസംഖ്യ 6 ആയിരിക്കുകയാണ്. 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ കൊടുങ്ങൂരിലേക്കും അവരുടെ മറ്റ് പ്രതിനിധികളിലേക്കും നമുക്ക് വളരെ വേഗം തിരികെ എത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. വയനാട് മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ. ജൂലൈ 1 മുതൽ മിതമായ മഴയാണ് വയനാട്ടിൽ പെയ്തിട്ടുള്ളത്. 59% കുറവ് മഴയാണ് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം വയനാട്ടിൽ ലഭിച്ചതെന്നും നിത കെ ഗോപാൽ ജനം ടിവിയോട് വ്യക്തമാക്കി. നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ന്യൂനമർദ്ദപ്പാത്തി അത് വടക്കൻ കേരളം വരെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലേക്കാണ് നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരുന്നത്. അതിന് തെക്കോട്ടുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു ഓഫ്ഷോർ ട്രഫ് അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദപ്പാത്തി തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ന്യൂനമർദ്ദപ്പാത്തി ഇന്ന് സെൻട്രൽ കേരള വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വിൻഡ് സ്പീഡ് നമ്മുടെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അവിടെ മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു എവിഡൻസ് കൂടി ഉണ്ടല്ലോ നമുക്ക്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ദുരന്തം ഉണ്ടായ അതിനുശേഷം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ചില സമീപനങ്ങൾ ഉണ്ടായിരുന്നു. അതിനാണ് കൃത്യമായ രീതിയിൽ ഒരു മറുപടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ നൽകിയിരിക്കുന്നത്. നിത കെ ഗോപാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനം ടിവിയോട് വിശദീകരിച്ചത്? KP ഇത്തരത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചകളുണ്ടായി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. റെഡ് അലേർട്ട് നൽകുന്നതിൽ, അതായത് ഇന്ന് രാവിലെ വരെ 222 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ 220 മുകളിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ റെഡ് അലേർട്ട് നൽകേണ്ടതാണ്. എന്നാൽ റെഡ് അലേർട്ട് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആക്ഷേപങ്ങളായിട്ട് ഉയർന്നത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ തിരുവനന്തപുരം ഡയറക്ടർ നിത കെ ഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ 59% കുറവ് മഴയാണ് ഇന്നലെ വരെ ലഭിച്ചത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് ജൂൺ മാസം 1 മുതൽ ജൂലൈ 7 വരെ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത്, പ്രതീക്ഷിച്ച മഴ എന്ന് പറയുന്നത് 917.5 മില്ലിമീറ്റർ ആയിരുന്നു. എന്നാൽ ലഭിച്ചതാകട്ടെ 322.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതായത് നിലവിൽ ജില്ലയിൽ ലഭിക്കേണ്ട മഴയുടെ 59% കുറവാണ് ജില്ലയിൽ ലഭിച്ചത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് വയനാട്ടിൽ കുറവ് മഴയാണ് ലഭിച്ചതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ മൺസൂൺ പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ, ഈ മൺസൂണിൻ്റെ തന്നെ പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അലർട്ട് നൽകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കുറവ് മഴയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമായാലും ശരി, മലയോര മേഖലകളിൽ നൽകുന്ന അലർട്ട് അതിന് തക്കവണ്ണമുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. അതായത് കൃത്യം സമയത്ത് അലർട്ട് നൽകുന്ന, അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾക്ക് റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ യെല്ലോ അലർട്ടുകളെല്ലാം അങ്ങനെയുള്ള അലർട്ടുകൾ നൽകുന്നതിനൊരു സമയമുണ്ട്. ആ സമയങ്ങളിലാകും അലർട്ട് നൽകുന്നത്. അത് ഉച്ചയ്ക്ക്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് അലർട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം വൈകിട്ടായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ ഇത് ആ സമയത്തുള്ള കാലാവസ്ഥാ വ്യതിയാനവും അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദപ്പാത്തിയും അടക്കം നോക്കും. അത്തരം ന്യൂനമർദ്ദപ്പാത്തികളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഓരോ ജില്ലകൾക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ വരെയുള്ള സാഹചര്യത്തിൽ വയനാട് ജില്ലയ്ക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ പറയുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ലഭിച്ച മഴയുടെ അടക്കം കണക്കുകളും മറ്റ് നിലവിലെ അന്തരീക്ഷ സ്ഥിതി നോക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് എത്തിയത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല. പ്രചരിക്കുന്ന പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ പറയുകയും ചെയ്തു.
യെസ്, അത് തന്നെയാണ്. വയനാട് മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.